Praise God. I thank God for this wonderful day God has given to us. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. It's a great joy to come over here and share God's word this morning. ഈ രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്താവിന്റെ വചനം സംസാരിപ്പാൻ ഇടയായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. We serve a wonderful God. നാം സേവിക്കുന്ന ദൈവം വലിയവനായ ഒരു ദൈവമാണ്. A great God who has been with us when everything is shut down, he is still active. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സകല കാര്യങ്ങളും അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ദൈവം ശക്തനായി സർവശക്തനായി നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. Devil can never shut down, hallelujah, the life of a Christian. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ ഒരിക്കലും അടച്ചുപൂട്ടുവാൻ പിശാചിന് കഴിയില്ല. Because devil can never shut down heaven. കാരണം പിശാചിന് ഒരിക്കലും സ്വർഗത്തെ അടച്ചുപൂട്ടുവാൻ സാധ്യമല്ല. This morning I thank God and also thank the pastor who has invited me and also the board and the church and everyone. Yes, thank God. Hallelujah. Thank you for all of you. ഇപ്രകാരം ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഓർത്ത് ദൈവസഭയോടും ദൈവമക്കളോടും കർത്തദാസന്മാരോടും ഒക്കെ ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ്. A servant of God has just said, I was sick. My wife Shirley was sick and the entire family was going through a tough time. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായി വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുകയുണ്ടായി. ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുവാനിടയായി. I left this country on January 14 and January 16, 17 on I was ministering in India. ജനുവരി 14 തീയതി ഞാൻ ഇന്ത്യയിലേക്ക് പോയി. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഞാൻ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. God enabled me to minister more than 20 conventions and also different places. Most of the week I was in ministry. മിക്കവാറും എല്ലാ ദിവസങ്ങളും വിവിധ കൺവെൻഷനുകളിലും വിവിധ യോഗങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. Then I was about to come back. All of a sudden I hear that everything is going to be shut down. ഞാൻ മടങ്ങി വരുവാനായി ക്രമീകരിക്കുന്ന ദിവസങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും സംഘർഷങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ സാധ്യതകളൊക്കെ അടഞ്ഞു പോകുന്നതായി ഞാൻ കാണുവാനിടയായത്. That night I kneeled down and my family was worried and they've been calling me and things changing. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. എൻ്റെ കുടുംബം ഇവിടെ ന്യൂയോർക്കിലായിരുന്നു. അവരെന്നോട് വിളിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഇടയായി. സാഹചര്യങ്ങൾ മാറുകയാണെന്ന് എന്നോട് പറഞ്ഞു. I came to know that the flight I was about to travel was closing down and I can't travel on it and then I had to purchase a new ticket. ഞാൻ യാത്ര ചെയ്യേണ്ട ആ വിമാന സർവീസ് അവരെ തുടരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ മറ്റൊരു ടിക്കറ്റ് പിന്നീട് മേടിച്ച് എനിക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. God made everything possible. എനിക്ക് വേണ്ടി സകലവും എൻ്റെ കർത്താവ് നിർവഹിച്ചു തന്നു. So I came back here on March 10. മാർച്ച് 10 തീയതി ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇവിടെ മടങ്ങിയെത്തി. Everything was going well. God has been good and I praise and thank God. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ആ ദിവസങ്ങളിൽ കടന്നു പോകുവാനിടയായി. ഞാൻ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്തു. I thank the church once again for praying for me while I was in India. ഇന്ത്യയിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയോട് നന്ദി പറയുന്നു. And what happened was, after coming here, as you know that my wife Shirley works at Elmhurst Hospital. That's the epic center of the COVID. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ ഷേർലി എൽംഹർസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നല്ലോ ആ ഹോസ്പിറ്റൽ. Even she works with the microbiology lab and also she works with the COVID also. അവിടെയുള്ള ലാബിൽ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയുള്ള രോഗികളുമായി ധാരാളമായി ഇടപഴകേണ്ട സാഹചര്യമുണ്ടായി. God was there. പക്ഷേ അതിലൊക്കെ മധ്യത്തിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. She became sick and you heard her testimony. It was an amazing testimony and she was sick on that Monday. I took her to North Shore Hospital and God was there. I say that it was God's hand work amazingly for her. That's why she was healed. On Friday she came back home. അവളൊരു എൻ്റെ ഭാര്യ രോഗിയായി തീരുകയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് പല ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നെങ്കിലും കർത്താവ് തന്നെ സൗഖ്യമാക്കി. അത്ഭുതകരമായൊരു സാക്ഷ്യം അത് മുഖാന്തരം കേൾക്കുവാനും ദൈവം നമുക്കൊക്കെ ഇടയാക്കിയല്ലോ. കർത്താവാണ് തന്നെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തത്. Then on Good Friday came, that day morning I knew that I am sick. പിന്നീട് ആ വെള്ളിയാഴ്ച ആയപ്പോൾ എനിക്കും ശാരീരികമായി പ്രയാസമുണ്ടായി. ഞാനും രോഗിയാണെന്ന് എനിക്ക് ബോധ്യമായി. And that
day, April 10th, I went to sick and I knew that it's so bad to my life. ഏപ്രിൽ 10-ാം തീയതി ആയപ്പോഴേക്കും ഞാൻ വളരെ പ്രയാസം അനുഭവിക്കുവാൻ തുടങ്ങി. വളരെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടായി. ഞാൻ രോഗിയായി വളരെ പ്രയാസം അനുഭവിക്കുവാനിടയായി. I called we called the pastor and informed him, and the church started praying, and the pastor was praying, and the saints all over this country, they've been calling me and they've been praying, and also I know that the pastors who sit, they were also praying. കർത്താവിന്റെ ദാസനോട് സംസാരിച്ചു. ദൈവസഭയും കർത്താവിന്റെ ദാസനും ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഈ രാജ്യത്തുള്ള അനേക ദൈവമക്കൾ കർത്തദാസന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ വിളിക്കുവാനും സംസാരിക്കുവാനും ഇടയായി തീർന്നു. It was an amazing experience as I went through, and God came and touched and healed me. ആ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ കടന്നുപോയ അനുഭവം വളരെ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു അനുഭവമായിരുന്നു. ദൈവം ഞങ്ങളെ തൊടുകയും പരിപൂർണമായി വിടുവിക്കുകയും ചെയ്തു. The daytime pastors from this country, they've been calling me and encouraging me and praying. At night, pastors from India, they've been calling even 3 hours in a phone. ഈ രാജ്യത്തുള്ള അനേക കർത്തദാസന്മാര് ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നും ഞങ്ങളെ വിളിക്കുന്ന കർത്തദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. Our God is living as a living God. നാം സേവിക്കുന്ന ദൈവം നമ്മുടെ ദൈവം ജീവനുള്ള ഒരു ദൈവമാണ്. And I want to share with you with this testimony, the word of God. Shall we all turn to God's word? I bring to you a text from the word that is in Jeremiah chapter 8 verse 20 and to 22. ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇന്ന് രാവിലെ നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. May I read in English, then pastor will read in Malayalam. Harvest is past, summer is entered, and we are not saved. For the brokenness of the daughter of my people, I am broken. I mourn. Dismay has taken hold of me. Is there no balm in Gilead? Is there no physician there? Why then has not the health of the daughter of my people been restored? യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിന് പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിന് പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? Amen. Praise God. Hallelujah. This morning I want to share with you the restoring God and the restless world. ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മെ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. Yes, the God who can restore your life. നിങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുവാൻ ദൈവത്തിന് കഴിയും. As I was going through this text, Jeremiah 8:20 and to 22, all this chapter I've been reading while I was in the sick bed. ഈ യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വളരെയധികം ആവർത്തിച്ച് വായിക്കുവാൻ ഞാൻ രോഗിയായി തീർന്നപ്പോൾ എനിക്ക് അവസരമുണ്ടായി. I know many of the tests in a very in-depth way, but because I've been ministering last 45 years in this country and India, and what happened was when I was reading while I was sick, what happened, it was going through into my life. കഴിഞ്ഞ 45 വർഷങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയത് കൊണ്ട് ഈ അധ്യായവും ഈ പുസ്തകമൊക്കെ വളരെ ആഴമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും എനിക്ക് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അധ്യായം ഞാൻ രോഗിയായിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു ചെല്ലുന്നതായി എനിക്ക് അനുഭവപ്പെടുവാനിടയായി. Many of the things we hear and we see are really, bringing out into this text. നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ഈ വേദഭാഗങ്ങളുമായി നമുക്ക് സമതലനം ചെയ്ത് പഠിക്കുവാൻ കഴിയും. The restoring God of history is the restoring God of today. ചരിത്രത്തിൽ വെളിപ്പെട്ടു വന്ന പുനരുദ്ധരിക്കുന്ന ദൈവം ഇന്നും നമ്മെ പുനരുദ്ധരിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. That restoring God is able to restore us today. പുനരുദ്ധരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് നമ്മെ ഇന്നും പുനരുദ്ധരിക്കുവാൻ കഴിയും. What are we hearing these days in this land? ഈ രാജ്യത്ത് നാം കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Last 3 months we've been hearing a word that we never heard before. കഴിഞ്ഞ 3 മാസങ്ങളായി ഈ രാജ്യത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ അടുത്തൊന്നും കേൾക്കാത്ത വിവിധ തരത്തിലുള്ള വാർത്തകൾ, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. And we hear like this,
the time, this age is going to be heard like this before COVID and after COVID. ഇപ്പോൾ ഈ ലോകത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തെ രണ്ടായി വിഭാഗിച്ചിരിക്കുന്നത് പോലെയാണ് മുൻപ് കോവിഡിന് മുൻപുള്ള സമയം കോവിഡിന് ശേഷമുള്ള ലോകം എന്ന നിലയിലാണ്. The most heard word in these days is death. ഈ ലോകത്തിൽ അടുത്ത കാലത്ത് നാം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് മരണം എന്ന വാക്കാണ്. Death not in this country, death all over the world. ഈ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും മരണം നാം വീക്ഷിക്കുവാനിടയായി. Then we hearing a word like lockdown. പിന്നീട് നമ്മൾ കേട്ട ഒരു വാക്കാണ് അടച്ചുപൂട്ടിയിരിക്കുക, ലോക്ക്ഡൗൺ എന്ന വാക്ക്. We never heard a lockdown the way as we heard just now. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് ലോക്ക്ഡൗൺ എന്ന പദം കേൾക്കുന്നത് പോലെ ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല. Then we heard a word quarantine. മറ്റൊരു വാക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടത് ക്വാറന്റൈൻ എന്ന വാക്കാണ്. Then we heard a word social distancing. മറ്റൊരു വാക്ക് ഒരു ഫ്രേസ് നമ്മൾ കേട്ടത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം എന്ന വാക്കാണ്. Then again we are hearing pandemic. പിന്നെ നമ്മൾ കേട്ട മറ്റൊരു വാക്കാണ് മഹാമാരി, പാൻഡമിക്. Oh, that was heard all over the world. ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. We hear the word virus and vaccine all over the day. ഈ ലോകത്തിൽ വൈറസ്, വാക്സിൻ എന്ന വാക്കുകളൊക്കെ തുടർമാനമായി നമ്മൾ കേട്ടു. We've been hearing frontline workers. മറ്റൊരു കാര്യം നമ്മൾ കേട്ടത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നതാണ്. That was so special to us that day, these days. ഈ ദിവസങ്ങളിൽ ഇവരൊക്കെ വളരെ നമുക്ക് വേണ്ടപ്പെട്ടവരും വളരെയധികം ബഹുമാനം തോന്നിയ ഒരു സമൂഹമാണ്. Especially when my wife works at Elmhurst Hospital for last 27 years, and she's going to step out this coming week. And also my girl Nevelyn works at Columbia Presbyterian, and she also was getting all these kind of words, and also what I'm saying, they're giving gift to her because they come and work. എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇപ്രകാരമുള്ള മുൻനിര വർക്കേഴ്സ് ആണ്. എൻ്റെ വൈഫ് എൽംഹർസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 27 വർഷമായി അവിടെ ജോലി ചെയ്യുവാൻ കർത്താവ് അവസരമൊരുക്കി. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ സഹോദരി റിട്ടയർ ചെയ്യുകയാണ്. എൻ്റെ മകൾ കൊളംബിയ പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇവരൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. We heard and seen mask and gloves, but we never used like this. നമ്മൾ പിന്നെ കേട്ട ചില പദങ്ങളാണ് മാസ്ക്, ഗ്ലൗസ്. ഇതൊന്നും ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. We cannot go to anyone near, you have to be away 6 feet. ഒരാളുടെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാൻ സാധ്യമല്ല. 6 അടി സാമൂഹിക അകലം നമ്മൾ പാലിക്കണം. The God said you can come to me as close as you want to. പക്ഷേ ഇതൊക്കെ ഈ ലോകത്തിലെ യാഥാർത്ഥ്യമാണെങ്കിലും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് എത്ര അടുത്തു വേണമെങ്കിലും വരാമെന്നാണ്. Going to God, you don't need a mask. ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു മുഖാവരണം ആവശ്യമില്ല. My God is available. There's no need of mask in front of him. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി വളരെ ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. നാം ഒരു മുഖാവരണം ധരിക്കേണ്ട ആവശ്യമില്ല. Hand washing, we all hear and heard, but it is practiced so well now. ഇപ്പോൾ കൈ കഴുകുക എന്നുള്ള കാര്യം ഒരു ദൈനംദിന പ്രക്രിയയായി മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇത്ര ഗൗരവത്തോടെ ഇത് കണ്ടിട്ടില്ല. I heard so many questions on social media, but what happened these lockdown days, these days I seen the power of social media. ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സാധാരണയായി നമ്മൾ കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്താണ് സോഷ്യൽ മീഡിയയുടെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായത്. Then I came to know that why God has brought us all these things. There is a purpose behind it. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ നടപ്പിലാകുവാൻ ദൈവം കാരണമാക്കിയത് എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയത് ദൈവത്തിന് ഇതിന്റെ പിൻപിലൊക്കെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്നാണ്. I was so reluctant in ministering in prayer lines. I don't know why. പ്രയർ ലൈനിൽ ശുശ്രൂഷിക്കുവാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. Somehow, I want to see people, and and as I stand here, I see empty pews mostly. And I remember that I'm ministering in ICA December and November of 1987. ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ആളുകളുടെ മുഖം കണ്ട് ശുശ്രൂഷിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയാത്തത് കൊണ്ട് ആ കാലിയായ ശൂന്യമായ
ഇരിപ്പിടങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത്. 1987 മുതൽ ICL ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. You know, as I see the empty pew here, I know behind this empty pew there is open hearts. ഒരുപക്ഷെ ശൂന്യമായി കാണുന്ന ഈ ഇരിപ്പിടങ്ങളൊക്കെ കാണുന്നത് സത്യമാണെങ്കിലും തുറക്കപ്പെട്ട ഒരുപാട് ഹൃദയങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. Praise God for that. അങ്ങനെയുള്ള തുറക്കപ്പെട്ട ഹൃദയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And then I hear the ventilator. What's the purpose of all this ventilator? I was asking myself. പിന്നീട് ഞാൻ കേട്ട വളരെ പറഞ്ഞു കേട്ട ഒരു പദമാണ് വെന്റിലേറ്റർ. എന്തിനാ ഇത്രയധികം വെന്റിലേറ്റർ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. Oh, the entire world was crying for ventilator. ലോകം മുഴുവൻ വെന്റിലേറ്ററിന് വേണ്ടി കരഞ്ഞ ചില മാസങ്ങളാണ് കഴിഞ്ഞ മാസങ്ങൾ. Then I start praising my God who supply oxygen to you abundantly. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്യുവാനിടയായി. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യഥേഷ്ടം ഓക്സിജൻ നൽകി തരുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം You പറയുവാനിടയായി. haven't given anything to give to that God who has been supplying that oxygen to you day and night. നമുക്ക് രാവും പകലും ഇതുപോലെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ദൈവത്തിന് എത്ര ആരാധന കൊടുത്താലും സ്തുതിച്ചാലും മതി വരില്ല. Can you praise your God this morning? ഈ രാവിലെ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? There's no social gathering, that's what the word said. ഇപ്പോൾ ഈ ലോകത്തിൽ ഒരുമിച്ച് സാമൂഹിക കൂട്ടായ്മകൾക്ക് അനുവാദമില്ല. But for a child of God, may I tell you, our God is always available, and we can't have a gathering in front of Him. പക്ഷേ ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതിനകത്തൊരു തടസ്സവുമില്ല. I was asking by so many saints of God and servants of God, why this is happening? When are we coming back to worship in the church? അനേക കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മടങ്ങി ദൈവാലയത്തിൽ വന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുമെന്ന് ചോദിക്കുവാനും സംസാരിക്കുവാനും ഇടയായി. Oh, they asked me, then my answer was that being a seminary teacher and a history teacher also, I said, in the beginning of our church, wherever they gathered, they worship the Lord. എന്നോട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത്, സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ദൈവസഭ ദൈവത്തെ ആരാധിപ്പാൻ കൂടി വന്നത് വീടുകളിലാണ്, ഭവനങ്ങളിലാണ് എന്നാണ് ഞാൻ അവരോട് പറയുവാനിടയായത്. Yes, the most important thing on this COVID time is that our homes turned into a worshiping place. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളൊക്കെ ആരാധന സ്ഥലങ്ങളായി മാറ്റപ്പെട്ടു എന്നതാണ്. Thank God for that. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. The unity in home and the fellowship in home, worship in home has come so vivid and so spontaneous. ഭവനത്തിലെ കൂട്ടായ്മയും ഭവനത്തിലെ ഐക്യതയും ഭവനത്തിലുള്ള ആരാധനയും വളരെ ഭംഗിയായി നടക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. I thank God. I know that the God knows everything perfectly well. Without His knowledge, nothing is happening. ഈ ലോകത്തിൽ ദൈവത്തിന്റെ അറിവ് കൂടാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. And may I tell you, I have so many things to say about this time, what we're going through on this land, and I want to share with you, but I want to come back to the word that we have just read, and all these things had happened to man of God Jeremiah. ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുവാൻ കഴിയുമെങ്കിലും ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമായതുകൊണ്ട് വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യിരെമ്യാവിന്റെ ജീവിതത്തിലും സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. Whatever happened to Jeremiah the prophet 2600 years back, that all things are happening to the saint of God now. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യിരെമ്യാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Prophet Jeremiah is saying, harvest is past. പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, കൊയ്ത്ത് കഴിഞ്ഞു. This man of God, his name means Jehovah is high. ഈ യിരെമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഉന്നതനാണ് എന്നാണ്. Or exalted of God. ദൈവത്താൽ ഉയർത്തപ്പെട്ടവൻ. This man, the servant of God, the prophet, has come out from Anadoth, the son of a priest. Yes. ഒരു പുരോഹിതന്റെ മകനായി അനാഥോത്തിൽ നിന്ന് വന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. He's known as a weeping
prophet yes, in the Bible. ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് വിലാപത്തിന്റെ പ്രവാചകൻ എന്നാണ്. He's a prophet of loneliness. ഒറ്റയ്ക്ക് ജീവിതം നയിക്കേണ്ടി വന്ന ഒരു ദൈവദാസൻ. More than 40 years he ministered to Judah. കർത്താവിന്റെ ജനത്തിനു വേണ്ടി യഹൂദയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ച ഒരു ഭക്തനായ മനുഷ്യൻ. You see his inner struggle in this book of Jeremiah. യിരെമ്യാ പ്രവചനത്തിൽ തന്റെ ജീവിതത്തിലെ സകല സംഘർഷങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. He was always opposed by the colleagues and the people around. തന്റെ ചുറ്റുപാടുമുള്ള ആളുകളാൽ എപ്പോഴും ആക്രമിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്ത ഒരു ദൈവഭക്തനാണ് യിരെമ്യാവ്. For standing for God, he was beaten. കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് പല പ്രാവശ്യം താൻ അടിയേൽക്കുവാനിടയായി. For saying the truth, he was imprisoned. പല സമയത്തും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനിടയായി. He was rejected by the people. സമൂഹത്താൽ താൻ ത്യജിക്കപ്പെട്ടു. And he was forbidden to go to the temple. ദൈവാലയത്തിലേക്ക് പോകുവാൻ തന്നെ തടസ്സം ചെയ്യുകയും ചെയ്തു. The scrolls God has given was burned. താൻ കൊടുത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളുകളൊക്കെ കത്തിച്ച് കളയപ്പെടുവാനിടയായി. Just as like what we go through, he was locked down that age. ആ സമയത്ത് ഇപ്പോൾ നാം അനുഭവിക്കുന്നത് പോലെ താൻ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. No powers on earth could lock down the man of God. God has been constantly coming to him, speaking to him, encouraging him. എല്ലാവരും എതിർത്ത് അവനെ അടച്ചു പൂട്ടിയിരിക്കുന്നു എങ്കിലും ദൈവത്തിന് അവന്റെ അടുക്കൽ വരുന്നതിനെ ആർക്കും അടച്ചു പൂട്ടുവാനോ തടസ്സം ചെയ്യുവാനോ കഴിഞ്ഞില്ല. ദൈവം അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവനെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. He was a contemporary to Zephaniah, Ezekiel and Habakkuk. സെഫന്യാവിനും എസെക്കിയേലിനും ഹബക്കൂക്കിനും സമകാലീനായി ജീവിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ് യിരെമ്യാവ്. As he was starting his ministry 267 BC, 627 BC, 627 BC-യിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ അദ്ദേഹം ചെയ്യുവാനിടയായപ്പോൾ Assyria was the superpower. ആ സമയത്തെ സർവശക്തിയുള്ള സാമ്രാജ്യം എന്ന് പറയുന്നത് അസീറിയാണ്. He started ministering the Lord at the age of 20. 20-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ താൻ ആരംഭിച്ചു. He saw the powerful capital of Assyria, Nineveh, coming down. അസീറിയയുടെ തലസ്ഥാനമായ നിനവയുടെയും ആ സാമ്രാജ്യത്തിന്റെയും ശക്തി തകർന്നു വീഴുന്നത് അദ്ദേഹം കണ്ടു. He saw the powerful king, the beloved king, the king who has done wonderful things for God's people. Joshua was defeated and killed at Megiddo. മെഗിദോവിൽ വെച്ച് ദൈവത്തിന് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്ത ദൈവത്തിന്റെ രാജാവൊക്കെ തകർന്നു വീഴുന്ന ജനം തകർന്നു വീഴുന്നത് അദ്ദേഹം കാണുവാനിടയായി. When Joshua the king was killed and then he cried. രാജാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. Oh, he cried and cried and cried. ദൈവത്തിന്റെ സന്നിധിയിൽ വിലപിച്ച് തുടർമാനം കരയുവാനിടയായി. He saw the kings coming into rule. അപ്പോൾ രാജാവ് ഭരണത്തിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. There was a Jehoahaz coming into power. യഹോവാസ് അധികാരത്തിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. Then he saw the battle of Carchemish. കാർക്കമീഷിലെ യുദ്ധം അദ്ദേഹം കണ്ടിട്ടുണ്ട്. Where Judah was depending on the Egyptian power. Now that Egyptian power was totally defeated, Nebuchadnezzar was defeated, and what he was looking for help is gone. ഒരു കാലഘട്ടത്തിൽ മിസ്രയീമിനെ ആശ്രയിച്ച് നിലനിൽക്കുവാൻ ആഗ്രഹിച്ച രാജാവ് കണ്ട കാഴ്ച മിസ്രയീമിൽ തകർന്നടിയുക മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് തന്നെ അവരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് അവർ അധപതിക്കുന്നതും കാണപ്പെടുവാനിടയായി. Jehoahaz, all these kings were removed. അതുണ്ടായിരുന്ന രാജാക്കന്മാരായ യഹോവാസ്, യഹോവാക്കീം, യഹോവാസ് എന്ന ഈ രാജാക്കന്മാരൊക്കെ തന്നെ അവരുടെ സ്ഥാനഭ്രഷ്ടന്മാരായി പോകുന്നതും യിരെമ്യാവ് കണ്ടു. Zedekiah came into power. ആ സമയത്താണ് സിദക്കിയാവ് ഭരണത്തിൽ വരുവാനിടയാകുന്നത്. They all were following that wicked king Manasseh, what he has done for the 55 years to Judah, all the evil things been practiced. മനശ്ശെയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സകല തിന്മകളും പിന്തുടർന്ന രാജാക്കന്മാരായിരുന്നു ഈ രാജാക്കന്മാരെന്ന് നാം അറിയണം. And then what happened? We see two ringleaders coming into power. They were Ismail and Johanna. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ അധികാരികൾ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത് കാണപ്പെടുവാനിടയാകുന്നത്. Men of God still continue the ministry. ആ സമയത്ത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ യിരെമ്യാവ് തയ്യാറായി. People were not willing to listen. ഒരിക്കൽ പോലും തന്റെ വാക്കുകൾ കേൾക്കുവാൻ ആരും തയ്യാറായില്ല. They were waiting to see that
this country, oh, Egypt will come, Necho will come and help us. അവർ വിചാരിച്ചത് ഈജിപ്ത് വീണ്ടും ഉയർന്നു വരികയും ഞങ്ങളെ വന്ന് സഹായിക്കുകയും ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുവാനിടയായത്. That hope is gone. പക്ഷേ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. Harvest is past. ഇപ്പോൾ ആ ഫലശേഖരം കഴിഞ്ഞു പോയി. Oh yes, in the midst of God's people, harvest is a good time, a time of joy, time of happiness. ദൈവജനത്തിന്റെ മധ്യത്തിൽ ഫലശേഖരം കൊയ്ത്ത് എന്ന് പറയുന്നത് സന്തോഷമുള്ള സമയമാണ്. അത് വളരെ ഉല്ലസിക്കേണ്ട സമയമാണ്. We have a feast of harvest in the midst of God's people. ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ കൊയ്ത്തിന്റെ പെരുന്നാൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. But at the same way we see that judgment of God is related to harvest. അപ്പോൾ തന്നെ കൊയ്ത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ ന്യായവിധിയും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മറന്നു പോകരുത്. Oh, it is in the context it is explained that the harvest is coming. That means judgment is coming. ആ സമയത്തെ പശ്ചാത്തലം വെച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൊയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിട്ടാണ്. Remember, religious apostasy, social disorder and the moral decline been taking place all over the country. ആ സമയത്ത് രാജ്യം മുഴുവൻ വലിയ ധാർമ്മികതയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വലിയ ദൈവനിന്ദയും ഒരുപാട് പ്രശ്നങ്ങളും സമൂഹത്തിൽ നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. He has been repeating again and again that the violence is coming. Oh, war is coming, famine is coming, pestilence is coming. ദൈവത്തിന്റെ ദാസൻ തുടർച്ചയായി രാജ്യത്തോട് അറിയിച്ചു കൊണ്ടിരുന്ന സന്ദേശം ക്ഷാമം വരുവാൻ പോകുന്നു, വാള് വരുവാൻ പോകുന്നു, മഹാമാരി വരുവാൻ പോകുന്നു എന്ന സന്ദേശമാണ്. Oh yes, the harvest is past now. ഇപ്പോൾ പറയുകയാണ് കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്നു. What you have expected to get as a help is no more. അവർ പ്രതീക്ഷിച്ച സഹായം ഇപ്പോൾ അവർക്ക് ലഭ്യമാകുന്നില്ല. The God's judgment has come. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വന്നു കഴിഞ്ഞു. Yes, then he is saying that summer is entered. മാത്രമല്ല ഇപ്പോൾ ഇതാ കൊയ്ത്ത് കഴിഞ്ഞു, സമ്മർ വന്നിരിക്കുകയാണ്. Yes, summer is entered. സമ്മർ ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുവാനിടയാകുന്നു. In the US, in America, we all look forward to summertime. അമേരിക്കയിലുള്ള ആളുകൾ എല്ലാവരും സമ്മറിന് വേണ്ടി നല്ല തണുപ്പൊക്കെ മാറി ശീതകാലം കഴിഞ്ഞ് ഉഷ്ണകാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. We plan to travel. ആ സമയത്താണ് യാത്ര ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നത്. We plan to go for picnic. ആ സമയത്താണ് പിക്നിക്ക് വേണ്ടി നമ്മൾ പോകുന്നത്. We have national gatherings in various places. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ തന്നെ വിവിധ തരത്തിലുള്ള കൂട്ടങ്ങൾ കൂടുന്ന സമയം അതാണ്. Most of the Americans travel that time. അമേരിക്കക്കാരെ ഭൂരിഭാഗവും യാത്ര ചെയ്യുന്ന സമയം ഈ ഉഷ്ണ സമയമാണ്. I have seen so many times John's beach was blocked and there's no more space there. ജോൺസ് ബീച്ചിൽ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളത് ഉഷ്ണകാലഘട്ടത്തിൽ ആളുകൾക്ക് അവിടേക്ക് പ്രവേശനം നിഷിദ്ധമാക്കപ്പെടുന്നു. കാരണം അതുപോലെ ആളുകൾ തിങ്ങി നിറയാറുള്ള സ്ഥലമാണത്. Summer is in a time of joy. ഉഷ്ണകാലഘട്ടം എന്ന് പറയുന്നത്, സമ്മർ എന്ന് പറയുന്നത് സന്തോഷിക്കേണ്ട സമയമാണ്. Oh, the prophet is calling and saying that summer is entered. പക്ഷേ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഉഷ്ണകാലഘട്ടം വന്നിരിക്കുന്നു. Oh, summer has come, it is gone. സമ്മർ ഇപ്പോൾ പോയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. Then servant of God is saying we are not saved. പക്ഷേ കർത്താവിന്റെ ദാസൻ പറയുന്നു ഇതൊക്കെ സംഭവിച്ചെങ്കിലും നാം രക്ഷിക്കപ്പെട്ടില്ല എന്നാണ്. All God has been telling you, you never listen. Oh, you plan your own way. You never tune your life to God's planning. ദൈവത്തിന്റെ ദാസൻ ദൈവജനത്തോട് പറയുന്നത്, ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും കേൾക്കുവാൻ നിങ്ങൾ സന്നദ്ധരായിരുന്നില്ല. നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. So the harvest is past, summer is ended, and we are not saved. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുന്നു കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല. Always remember that salvation belongs to God. എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം രക്ഷ യഹോവയ്ക്കുള്ളതാണ് എന്നാണ്. Jonah said that very clearly in his prayer. ദൈവത്തിന്റെ ദാസനായ യോന വളരെ വ്യക്തമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. As you know, the word salvation, it has been used in various contexts. രക്ഷ എന്ന വാക്ക് പല പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Deliverance from danger, അപകടത്തിൽ നിന്നുള്ള വിടുതൽ, victory over the enemy, ശത്രുവിന്റെ മേലുള്ള വിജയം, physical healing, ശാരീരികമായ സൗഖ്യം, forgiveness of sin, പാപത്തിന്റെ ക്ഷമ, deliverance from prison, ജയിലിൽ നിന്നുള്ള വിടുതൽ, and deliverance from slavery, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, oh, deliverance from the wrath of God. ദൈവത്തിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. And here the prophet is saying
and we are not saved. ഇവിടെ കർത്താവിന്റെ ദാസൻ പറയുന്നു ഇതൊക്കെ ആ വാക്കുമായി ചേർത്ത് വെക്കുവാൻ കഴിയുമെങ്കിലും ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നു നാം രക്ഷിക്കപ്പെട്ടില്ല എന്നാണ്. May I tell you, with the American context and the present day context, ഈ കാലഘട്ടത്തിലെ പശ്ചാത്തലവും അമേരിക്കൻ പശ്ചാത്തലവും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. how many times God has been dealing with us? നമ്മുടെ ജീവിതത്തോട് എത്ര കാലഘട്ടങ്ങളായി നാളായി ദൈവം സംസാരിച്ചു We കൊണ്ടിരിക്കുകയാണ്. have heard and seen and experienced tsunami. നാം സുനാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. Oh, we experienced a part of it. നമ്മൾ അതിന്റെ ഒരു ഭാഗം അനുഭവിച്ചിട്ടുള്ളവരാണ്. We have seen the Trade Center coming down. The World Trade Center coming down. World Trade Center coming down. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. I have witnessed the tragedy that day as I was working at Bellevue. ഞാൻ ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ അപകടം നടക്കുന്ന സമയം ഞാനത് ദൃക്സാക്ഷിയായി കണ്ടിട്ടുണ്ട്. Behind my counseling office, I have seen the bodies coming and they doing all kind of things behind my office. ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ പിന്നാമ്പുറത്ത് ഇതുപോലെ ഒരുപാട് ശവശരീരങ്ങളെ കൊണ്ടുവന്ന് അതൊക്കെ അവരെ കൈകാര്യം ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. And we have seen a major wind blowing into New York, and we have all gone through that experience. ആ അമേരിക്കയിലേക്ക് ബോയിങ്ങിന് വിമാനം വരുന്നതും ഇടിച്ചിറങ്ങുന്നതും ഒക്കെ നമ്മൾ കാണുവാനിടയാണ്. A major wind blowing into New York. ന്യൂയോർക്കിലേക്ക് ഒരു വലിയ കാറ്റ് വീശിയടിക്കുന്നത് ഞാൻ കണ്ടു. Oh yes, I remember month of November and December there was no electricity in my house. നവംബറിലും ഡിസംബറിലും ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. That 2-3 months we've been just using our furnace we had at home. ആ 2-3 മാസങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ സൗകര്യങ്ങളാണ് ഭവനത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാനിടയായത്. That time I used to run around, pick firewood and bring it home. ആ സമയത്ത് വെളിയിൽ പോയി വിറക് പെറുക്കി കൊണ്ടുവന്ന് വീട്ടിൽ ചൂടിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കാനിടയായി. May I ask you, when we have gone through all these things, God was telling something to us. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ദൈവം നമ്മോട് ഒരു കാര്യം പറയുകയാണ്. Oh, God has been speaking to us. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Harvest is past. ഫലശേഖരം കഴിഞ്ഞിരിക്കുന്നു. Summer is entered. ഫലശേഖരം കഴിഞ്ഞു. ഉച്ചകാലഘട്ടം വരികയാണ്. We are not saved. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല. We are not saved. നാം രക്ഷിക്കപ്പെട്ടില്ല. These are the days God is still speaking to us. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. Oh, here we see the prophet is saying again, ദൈവത്തിന്റെ ദാസൻ ദൈവജനത്തോട് വീണ്ടും പറയുന്നു, for the brokenness of the daughter of my people, എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം I am broken. ഞാനും മുറിപ്പെട്ടു. 2 things. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. Brokenness of daughter of my people. എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ്. The sin is the reason of all this brokenness. ഈ തകർച്ചയുടെ കാരണം അവരുടെ പാപമാണ്. May I tell you, our nation is broken now. ഈ രാജ്യം ഇപ്പോൾ തകർന്നു കിടക്കുന്നു. How many of you seen the news media these days? ഈ സമയത്ത് എത്ര പേര് ടിവി പോലെയുള്ള വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? As I was sitting and praying and reading my Bible, I was seeing on the Fox channel, oh my God, what was happening in Minneapolis. ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മിന്നപ്പോളിസിൽ സംഭവിച്ച വലിയ ഒരു സംഭവമാണ്. May I tell you, I was broken. എന്റെ ഹൃദയം തകരുവാനിടയായി. These are the days I was broken. എന്റെ ഹൃദയം തകർന്നു പോയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. Oh, God has been ministering to me. ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി. May I tell you that I was broken, as just like said Jeremiah. ജെരമ്യാവ് പറഞ്ഞതുപോലെ എന്റെ ഹൃദയം തകരുവാനിടയായി. You know, when I saw things happen in Minneapolis, then LA, and also in other cities in Atlanta, where the CN headquarters was broken down, I was crying, what's going on here? മിന്നിയാപോളിസിൽ സംഭവിച്ചത് മാത്രമല്ല, അതിനനന്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രാജ്യത്തിന്റെ പല പട്ടണങ്ങളിൽ നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ തകർച്ചയും ഹൃദയത്തിന് വലിയ ഭാരം ഉണ്ടാകുവാനിടയായി. I started crying. കരയുവാൻ ആരംഭിച്ചു. ഞാൻ കരയുവാൻ ആരംഭിച്ചു. If you truly love this nation, ഈ രാജ്യത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, may I tell you, ഞാൻ പറയട്ടെ, this are the time we need to cry to the Lord. ദൈവത്തോട് കരയേണ്ട സമയമാണ് ഈ സമയം. We need to cry to the Lord. ദൈവത്തോട് കരയേണ്ട സമയമാണ് ഈ സമയം. We don't know what destiny we are going to
നാം പോകുന്ന ഈ ദിവസങ്ങൾ എങ്ങനെയുള്ള ദിവസങ്ങളാണ് നമുക്കറിയുന്നില്ല. Oh, the nation is broken. ഈ രാജ്യം തകർന്നു കിടക്കുന്നു. We see the families are broken. കുടുംബങ്ങൾ തകരുകയാണ്. Young and old are broken. രാജ്യത്തിലെ സകല മേഖലകളും Relationship is broken. ബന്ധങ്ങൾ തകരുകയാണ്. Oh, we see things happening that is really crying our heart. ഈ ലോകത്ത് സംഭവിക്കുന്ന രാജ്യത്ത് സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ കണ്ടിട്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ കരയുവാനിടയാകണം. Not just sympathy, we need empathy. നമുക്ക് വേണ്ടത് ഒരു സിമ്പതി മാത്രമല്ല, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു നിലയിലേക്ക് മാറുന്ന ഒരാൾ നമുക്ക് വേണം. Empathy, that means the pain, the brokenness that's going on in the nation, it has to come as a personal one in your life. എമ്പതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിമ്പതി അല്ല, പകരം നമ്മുടെ അനുഭവത്തിലേക്ക് ഈ രാജ്യത്ത് സംഭവിക്കുന്ന ആ വേദനകൾ നമ്മുടെ വേദനകളായി മാറുന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. May I tell you, if you are really broken for the Lord, യിരെമ്യാവ് പറയുകയാണ്, ഞാൻ തകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. if you are really broken for the Lord will come down to you. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ശരിക്കും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷനാകും. Psalm 51 verse 17 says, സങ്കീർത്തനം 51:17 വായിക്കുന്നു, the sacrifice of God are a broken spirit, ദൈവത്തിന്റെ വചനത്തോടെ പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, a broken and a contrite heart, oh God, you will not despise. തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ അവൻ നിരസിക്കയില്ല. Psalm 147 verse 3 says, സങ്കീർത്തനം 147:3 വായിക്കുന്നു, he heals the brokenhearted and binds their wounds. അവൻ ഹൃദയം മുറിഞ്ഞവരെ അവരുടെ മുറിവുകളെ കെട്ടുന്നു എന്നാണ്. May I tell you, broken life, the broken heart, as Willie Graham has said, is a passport to heaven. ദൈവത്തിന്റെ വചനത്തിൽ മുറിഞ്ഞവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, ഹൃദയം മുറിഞ്ഞിരിക്കുന്നെങ്കിൽ ബില്ലി ഗ്രഹം പറയുന്നത് പോലെ അത് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടാണ്. If you are broken in any terms, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ, may I tell you, read Psalm 34 verse 18. സങ്കീർത്തനം 34:18 നിങ്ങൾ വായിക്കണം. The Lord is near to the brokenhearted. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. If you are broken, നിങ്ങൾ തകർന്നിരിക്കുന്നു എങ്കിൽ, young man, if you are broken, ചെറുപ്പക്കാരൻ നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ, young lady, you are broken, ചെറുപ്പക്കാരി നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ, oh dad, you are broken, പിതാവേ നിങ്ങൾ mom, തകർന്നിരിക്കുന്നെങ്കിൽ, you are broken, അമ്മേ നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ, grandma, you are broken, നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ, grandpa, you are broken, വലിയ മെച്ചി നിങ്ങൾ തകർന്നിരിക്കുകയാണ്, pastors, you are broken. പാസ്റ്റേഴ്സ് May തകർന്നിരിക്കുകയാണെങ്കിൽ, I tell you today, this morning, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, God is near to you. ദൈവം നിങ്ങൾക്ക് God സമീപസ്ഥനാണ്. is coming down for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു. Whatever brokenness you are in, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് He is തകർച്ചയാണെങ്കിലും coming to, hallelujah, put a bandage on this ദൈവം brokenness. നിങ്ങളെ മുറിവ് കെട്ടുവാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി How വരുന്നു. many of you believe that? എത്ര പേരത് വിശ്വസിക്കുന്നു? My God is faithful to do that today. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ തയ്യാറാണ്. Yes, hallelujah. When you are broken, do not be go away or abandoned. തകർന്നിരിക്കുന്നവരെ ഒരിക്കൽ പോലും ദൈവം തള്ളിക്കളയുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. The servant of God is again saying, I mourn. മാത്രമല്ല ദൈവത്തിന്റെ ദാസൻ വീണ്ടും വിശദീകരിച്ചു പറയുകയാണ്, I was crying. ദൈവത്തിന്റെ ദാസൻ കരയുകയാണ്. He was a weeping prophet. കരയുന്ന ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാവ്. Jeremiah 9:1 and 13 verse 17 we read that. യിരെമ്യാ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. Tears has power. കണ്ണുനീരിന് ഒരുപാട് ശക്തിയുണ്ട്. Tears has power. കണ്ണുനീരിന് ഒരുപാട് ശക്തിയുണ്ട്. It can change your life. നിങ്ങളുടെ ജീവിതത്തെ അതിനെ മാറ്റിമറിക്കുവാൻ It കഴിയും. can change your situation. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കുവാൻ It കഴിയും. can change your family. നിങ്ങളുടെ കുടുംബത്തെ മാറ്റാൻ കഴിയും. It can change your nation. നിങ്ങളുടെ രാജ്യത്തെ മാറ്റാൻ കഴിയും. Whatever stands in the way against your life, a closed door, it can be opened by tears. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം വിപരീതമായ സംഭവങ്ങൾ നടന്നാലും ആ സാഹചര്യങ്ങളെ ഒക്കെ കണ്ണുനീര് കൊണ്ട് നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയും. Prayer with tears has double power. കണ്ണുനീര് കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ശക്തി ഉണ്ടെന്ന് മറക്കരുത്. These are the days we need to see the prayer that comes out of tears. കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ ഈ നാളുകളിൽ വെളിപ്പെട്ടു വരണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. Yes, hallelujah. May I tell you, these are the days we need it. നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. And the prophet again saying, dismay has taken hold of me. പ്രവാചകൻ വീണ്ടും പറയുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. Dismay has taken hold of me. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. It has, so many servants of God has gone through this experience of dismay. പല ആളുകളും സ്തംഭനം എന്ന ഈ വാക്കിനെ കുറിച്ച് പറയുന്നത് അനേക കർത്തദാസന്മാര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
Jacob was stunned. He was dismayed as he heard Joseph is still alive. യോസഫ് ജീവനോടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി എന്ന് നാം വായിക്കുന്നു. We read Ezekiel, the great prophet, as he was in exile, as he was at the Kebar River, as he was staying, fasting and praying, as he saw the life of the exiled, and he stayed and stunned and dismayed for 7 days. പ്രവാസികളായി പാർക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ പ്രവാസിയായ എസെക്കിയേൽ ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസത്തിലെ കഷ്ടതകളൊക്കെ കണ്ടപ്പോൾ 7 ദിവസം താൻ സ്തംഭിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. The world is dismayed. ഈ ലോകം സ്തംഭിച്ചിരിക്കുകയാണ്. The leaders of the nation are dismayed. ലോകത്തിലെ നേതാക്കന്മാർ സ്തംഭിച്ചിരിക്കുന്നു. They don't have an answer for it. ഈ കാര്യങ്ങൾക്കൊരു ഉത്തരം അവരുടെ പക്കലില്ല. But tell the God you have an answer. പക്ഷേ ദൈവത്തിന് ഒരു ഉത്തരമുണ്ട്. God has an answer for you. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരം ദൈവത്തിന്റെ പക്കലുണ്ട്. Nothing can dismay you. ഒരുപക്ഷേ ഒന്നിനും നിങ്ങളെ സ്തംഭിപ്പിക്കുവാൻ കഴിയില്ല. Nothing can dismay you. നിങ്ങളെ ഒന്നിനും സ്തംഭിപ്പിക്കുവാൻ കഴിയില്ല. My God is a moving God. നമ്മുടെ ദൈവം ചലിക്കുന്ന ദൈവമാണ്. He's a moving God. നമ്മുടെ ദൈവം ചലിക്കുന്ന ദൈവമാണ്. Still active. അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. He's still moving. ഇന്നും പ്രവർത്തിക്കുന്നു. He can move still. അവൻ ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും. Oh, nothing can lock down my life. നിങ്ങളുടെ ജീവിതത്തെ ഒന്നിനെയും സ്തംഭിക്കുവാനും തകർക്കുവാനും കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നു? Would you please praise your God? നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം പറയുവാൻ Would you കഴിയുമോ? please praise your God? ദൈവത്തിന് സ്തോത്രം Let's ചെയ്യുക. thank God. Hallelujah. Praise God. Jeremiah 8:22. We have come to the last verse. 8:22 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, Is there no balm in Gilead? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? Is there no balm in Gilead? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? Gilead was so popular and famous for all this good medicine. നല്ല മരുന്നിന് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഗിലെയാദ്. All were depending on. I have so many things to say about Gilead and all that things, but I am not getting it. But one thing I want to say. ഗിലെയാദിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ കഴിയും. അതിന് ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. Just like what we are going through. നാം ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യം പോലെ, You know, we are reached. You know, yesterday I praised God for one thing. The nation sent its spacecraft into space. On Wednesday they scrapped it, but on Saturday they again started and it went well. ഇന്നലെ ഞാൻ ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്തു. ബുധനാഴ്ച ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി നാസയുടെ നേതൃത്വത്തിൽ സ്പേസ് എക്സ് തയ്യാറെടുത്തെങ്കിലും അതിന് സാധിക്കാതെ ഇന്നലെ ഉച്ച കഴിഞ്ഞ നേരത്ത് അവർക്ക് ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുവാൻ കഴിഞ്ഞു. After many years, America has done it again. ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ മണ്ണിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ അമേരിക്കയ്ക്ക് അയക്കുവാൻ കഴിഞ്ഞത്. It was a dream word and a message from John F. Kennedy in 1963. 1963 ജോൺ എഫ് കെന്നഡിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇത്. Yes, this nation was blessed with all technology. ഒരുപാട് സാങ്കേതിക വിദ്യ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് അമേരിക്ക. But on Wednesday, when the spacecraft that the launching was scrapped, one thing it was telling to me by God. ബുധനാഴ്ച അവരെ ലോഞ്ചിങ്ങിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തെങ്കിലും ഇടയ്ക്ക് വെച്ച് ലോഞ്ചിങ് നിർത്തേണ്ടി വന്നപ്പോൾ എന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുവാനിടയായി. I am the God who controls the weather. ദൈവം എന്നോട് പറഞ്ഞു, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദൈവം ഞാനാണ്. I am the creator. ഞാനാണ് സൃഷ്ടിതാവ്. You are smart. നിങ്ങൾ കഴിവുള്ളവരാണ്. You have ability. നിങ്ങൾക്ക് കഴിവുണ്ട്. You have technology. നിങ്ങൾക്ക് സാങ്കേതിക വിദ്യയുണ്ട്. You have knowledge. നിങ്ങൾക്ക് അറിവുണ്ട്. All things are there. എല്ലാം ഇവിടെയുണ്ട്. But the final word comes from me. പക്ഷേ ഒടുക്കത്തെ വാക്ക് എന്നിൽ നിന്ന് മാത്രമാണ് വരുന്നത്. How many believe that? എത്ര പേർ അത് വിശ്വസിക്കുന്നു? The final word is coming from my Lord. ദൈവത്തിൽ നിന്നാണ് അവസാനത്തെ വാക്ക്. If you believe the Lord, say that the final word is from my Lord alone. ദൈവത്തിൽ നിന്ന് മാത്രമാണ് സകല കാര്യത്തിന്റെയും തീർപ്പ് കൽപ്പിക്കുന്ന വാക്ക് വരുന്നത്. But where this nation was able to send the spacecraft in the moon again after 10 years of time, and we are so proud of the nation. Yeah. But when I tell you one thing, when I saw they were crying for a medicine, they said we don't have an answer for this sickness, COVID. Then I asked, what is going on here? കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശ്രമിച്ചിട്ട് ഒടുവിൽ ബഹിരാകാശത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കുവാൻ
സാങ്കേതിക വിദ്യ വളർത്തിയെടുത്ത അമേരിക്കയ്ക്ക് അതിന് സാധിച്ചെങ്കിലും ഒരു കാര്യം എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്, മരുന്നിന് വേണ്ടി കരയുന്ന ഒരു രാജ്യത്തെയാണ്. ഇത്രയധികം കഴിവുകളൊക്കെ ഉണ്ടായിട്ടും മരുന്നിന് വേണ്ടി കരയുന്ന ഒരു രാജ്യം. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുവാനിടയായി. We have famous pharmaceutical companies here, Johnson and John. I have so many names. Glasgow in England and Sun Pharmaceutical in India, and all the famous ones. And we see the Israelis are so famous, and they got 56 Nobel prizes, and all these things are there, but we have no medicine. ലോകത്തിൽ വളരെ കഴിവുള്ള ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലോകത്തിലുണ്ട്. ഒരുപാട് കഴിവുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലോകത്തിലുള്ളപ്പോൾ തന്നെ ഇസ്രയേലിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ മരുന്നിന് വേണ്ടി ഈ ലോകം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. When you say things are still impossible, my God said through Jeremiah, I am the Lord of all flesh. There is nothing impossible to me. സകല കാര്യങ്ങൾക്കും കഴിവുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ദൈവം അരുളി ചെയ്യുന്ന സന്ദേശം ശ്രദ്ധിക്കണം. സകല ജഡത്തിന്റെയും യഹോവയായ ദൈവം ഞാനാകുന്നു, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. My God says again this morning the same thing. I'm the Lord of all flesh. There is nothing impossible to you. ഇന്ന് രാവിലെയും ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ വചനം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. Nothing impossible to my God. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. Say it this morning again. ഈ രാവിലെ നിങ്ങൾ അത് ആവർത്തിച്ചു പറയണം. Everything is impossible to the nation or the medical science or all the things. The Lord says nothing is impossible to me. ഈ ലോകത്തിലെ രാജ്യങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയില്ല. പല കാര്യങ്ങൾക്കും അവർക്ക് സാധ്യമല്ലാതിരിക്കുമ്പോൾ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, എന്നാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. They were looking for hydroxychloroquine. Maybe I don't know whether I pronounced correctly. That's something new to me. But I just say it. If I say it wrong, forgive me. Okay. ഹൈഡ്രോക്ലോറോക്വിൻ എന്ന മരുന്നിന് വേണ്ടി ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And WHO and France said don't use it. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു അത് ഉപയോഗിക്കരുത്. There are other countries that use it. പല രാജ്യങ്ങളും പറഞ്ഞു ഹൈഡ്രോക്ലോറോക്വിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. Who knows what is it? പക്ഷെ എന്താണ് അതെന്ന് ആർക്കറിയാം? God knows. ദൈവത്തിന് മാത്രമേ അറിയൂ. We believe it is good. നമ്മൾ വിശ്വസിക്കുന്നു അത് രോഗശമനത്തിന് നല്ലതാണ്. But I want to say one thing. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. We have the balm of Gilead. നമുക്ക് ഗിലെയാദ് സുഗന്ധ തൈലമുണ്ട്. We have the balm of Gilead. ഗിലെയാദിലെ തൈലം നമുക്കുണ്ട്. The blood of Jesus. യേശുവിന്റെ രക്തം. How many believe it? എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many believe it? എത്ര പേര് അത് വിശ്വസിക്കുന്നു? You don't need to run to any place. നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണ്ട. Rest in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. In the night I was sick. ഞാൻ രോഗിയായപ്പോൾ, when I was sick at home and I was lying down. ഞാൻ ഭവനത്തിൽ രോഗിയായി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, That day, Good Friday night, when the world was maybe in a different world, at night our pastors from India calling me and praying with me. Daytime pastors in Los Angeles, Chicago, and all the city, Dallas and all the places, they've been calling me and praying with me and strengthening me. And this city, almost every pastor been calling me. I thank all of them. And may I tell you one thing, but when I start praying, the power of God, the blood of Jesus, the power of the blood of Jesus, that was coming to my life. ഞാൻ രോഗിയായി ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന്, ഈ രാജ്യത്തിലെ പല പട്ടണങ്ങളിൽ നിന്ന്, ന്യൂയോർക്കിൽ നിന്ന് ഒരുപാട് കർത്തദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ വിളിച്ചു, എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങി വരികയും ദൈവം എന്നെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തു. The blood of Jesus is powerful. യേശുവിന്റെ രക്തം ശക്തിയുള്ളതാണ്. It can heal you. അതിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും, change you. നമ്മെ മാറ്റുവാൻ കഴിയും. It can go to any situation of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലേക്കും യേശുവിന്റെ രക്തത്തിന് കടന്നു ചെല്ലുവാൻ കഴിയും. Rest in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. Rest in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ Rest in ആശ്രയിക്കുക. the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ There is ആശ്രയിക്കുക. power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. Can you say amen? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? When I trust in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. Praise God. ഹല്ലേലൂയ. Everything was shut down. എല്ലാം സ്തംഭിച്ചിരിക്കുമ്പോൾ I've been praying and praying and praying to the Lord. ഞാൻ കർത്താവിനോട് തുടർമാനമായി പ്രാർത്ഥിക്കുവാനിടയായി. When I was able to just read the Bible and praying, and that time I was doing that same thing. ദൈവത്തിന്റെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടായപ്പോൾ, Then what happened? One night I just tuned into one man. When I say think about, I am a secular man. Andrea Bocelli, an Italian singer, very famous.
he was standing in front of the Milan Cathedral. This man, wherever he goes, is the most popular singer in the world, most renowned one. He was standing in front of the Milan Cathedral singing Newton's Amazing Grace. ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ TV ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിലാൻ കത്തീഡ്രലിന് മുമ്പിൽ വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞൻ ഒരു പാട്ട് പാടുന്നത് ശ്രദ്ധിപ്പാനിടയായി. അദ്ദേഹം പാടിയത് ജോൺ ന്യൂട്ടന്റെ അമേസിംഗ് ഗ്രേസ് എന്ന മനോഹരമായ ആ സംഗീതമാണ്. That song was so electrifying. ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുവാനിടയായി. I know the power of prayer and the power of the blood of the Lamb. യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയൊക്കെ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. I've been hearing Amazing Grace again and again. ഞാൻ വീണ്ടും വീണ്ടും അമേസിംഗ് ഗ്രേസ് എന്ന ആ മനോഹരമായ ഗീതം അത് കേൾക്കുവാനിടയായി. God was speaking to me. അതിനോട് സംസാരിപ്പാനിടയായി. I am with you. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I will never leave you alone. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞു. I will strengthen you. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ശക്തീകരിക്കും, I will heal you. ഞാൻ നിന്നെ വിടുവിക്കും. I've been hearing the very sweet voice of my Lord. ഞാൻ എൻ്റെ കർത്താവിന്റെ ആ മനോഹരമായ ആ മധുര ശബ്ദം കേൾപ്പാനിടയായി. Oh, may I tell you, if you go through that type of experience, may I tell you, this morning, this day, May 31st, as we worship the Lord, God can still do it in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിലും 31-ാം തീയതി ഈ ദിവസം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിന് നിങ്ങളെ സഹായിപ്പാനും നിങ്ങളെ വിടുവിക്കുവാനും കഴിയും. The prophet is saying, is there no physician there? പ്രവാചകൻ ചോദിക്കുകയാണ്, അവിടെ വൈദ്യനില്ലയോ? Oh, there's no physician there. അവിടെ There's no physician there. അവിടെ വൈദ്യനില്ലയോ? Oh, when I have heard the news that a doctor in New York, after seeing the COVID-19 and having gone through the experience, she suicided. ഒരു ന്യൂയോർക്കിൽ ഒരു ഡോക്ടർ ഈ COVID-19 ഈ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതായി ഞാൻ കേൾക്കുവാനിടയായി. Many of the doctors are social distancing inside the hospital. ആശുപത്രിയിൽ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ ഈ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. But God will never do the social distancing in your life. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം അകലം പാലിച്ചു നിൽക്കുന്ന ദൈവമല്ല. I've been start praying to the Lord who has helped that man Edward Jenner to find the malaria medicine. Where is that God of my God who has helped someone to find medicine in the past? Edward Jenner. മലേറിയയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ച എഡ്വേർഡ് ടെന്നറിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം തന്നോട് സംസാരിക്കുകയും അങ്ങനെ ഒരു അത്ഭുതകരമായ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിക്കപ്പെടുവാനും ഇടയായി. Then I will start praying and asking God, where is God of Louis Pasteur, who has lived in this earth 1822 to 1895, who was the man behind germ theory of disease? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ലൂയി പാസ്റ്റർ അന്ന് റാബീസിനുള്ള മരുന്ന് കണ്ടുപിടിച്ചതുപോലെ അങ്ങനെ ഒരാളെ ഇന്ന് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ലേ എന്ന് ദൈവത്തോട് ചോദിപ്പാൻ. Today, May 31st, as you are all praying, I know that our prayer line, every day I join it, I pray with you, I hear it, and I always hear it like, as Ravi Shakri has said, our prayer requests are turned it like a grocery list. ഞാൻ ഈ 31-ാം തീയതി നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രയർ ലൈനിൽ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ഗ്രോസറി ലിസ്റ്റായി മാറുന്നുണ്ടോ എന്ന് രവി സക്രിയാസ് പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചു പോകുന്നു. May I tell you, can you focus it on one thing? Lord, raise a man, erase a brain, erase a nation, wherever it may be, find out a medicine. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ നീ എഴുന്നേൽപ്പിക്കണമേ. ഏത് രാജ്യത്താണെങ്കിലും ഈ രോഗത്തിന് ശമനം വരേണ്ടതിന് ഒരു വാക്സിനെ ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരാളെ എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Oh yes, can you pray that this morning again? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരായി മാറട്ടെ. And the end part, the prophet has come and said, why then has not the health of the daughter of my people been restored? കർത്താവിന്റെ ദാസനോടുവിലായി പറയുന്നത്, എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? Oh, look at the world now, what is happening now. You look at all over the world, we can pray the same
prayer, why then has not the health of the daughter of my people been restored? ലോകത്തിൽ ഒരുപാട് സംഭവിക്കുന്ന സംഭവങ്ങളെയൊക്കെ കാണുമ്പോൾ അതിന് മധ്യത്തിൽ നമുക്ക് ചോദിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് രോഗശമനം വരാതിരിക്കുന്നത്? Oh, how many of you start praying that prayer? ഇന്ന് പകൽ എത്ര പേര് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? I've been asking the same question. ഞാൻ വീണ്ടും നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. Africa, COVID is going day by day. ആഫ്രിക്കയിൽ വളരെയധികം ഈ കോവിഡിന്റെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. Brazil, people are dying. ബ്രസീലിൽ ഒരുപാട് ആളുകൾ ഈ രോഗം മുഖാന്തരം മരിക്കുന്നു. India, people are dying. ഇന്ത്യയിൽ ഒരുപാട് പേര് മരിക്കുന്നു. Oh, may I see that all the world is suffering. ലോകം മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Oh, why there is no restoration? അവിടെ എന്തുകൊണ്ടാണ് ഒരു സൗഖ്യമുണ്ടാകാത്തത്? Why there is no healing? എന്തുകൊണ്ട് രോഗശമനം ഉണ്ടാകുന്നില്ല? Can you join this morning together with me and we all join together and start asking this question? But before asking, oh God, this day come down to my life and make me a man of prayer. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ എന്തുകൊണ്ട് രോഗശമനം വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവമേ, എന്നെ പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റണമേ. God is still healing. ദൈവം ഇന്നും സൗഖ്യമാക്കുന്നവരാണ്. Oh, this week I was watching that great man Ravi Shakaria as he is gone to be with the Lord and the funeral service of that great servant of God. കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട രവി സക്കറിയാസിന്റെ funeral service എല്ലാം ഈ ആഴ്ച ഞാൻ വാച്ച് ചെയ്യുവാനിടയായി. I was amazed to see a man who was born in Delhi was used by God. ഡൽഹിയിൽ ജനിച്ച ഒരു മനുഷ്യനെ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ഈ ലോകമെമ്പാടും ദൈവം ഉപയോഗിച്ച അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. 1983 he shook the world, especially at Amsterdam conference. 1983 ആംസ്റ്റർഡാം കോൺഫറൻസിൽ വെച്ച് ലോകത്തെ ശരിക്കും ഞെട്ടിച്ച ഒരു മനുഷ്യനാണ് കർത്താവിന്റെ ദാസൻ. The servant of God has given a testimony. അവിടെ വെച്ച് ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യം പങ്കുവെച്ചു. In that testimony he was saying that when he was 17, anybody sitting here or hearing me, 17 years old, young man, you listen to this, hallelujah. As he was in the hospital bed, when doctors were not able to help him and heal him, there comes a man all the way, Calgary, Alberta, Canada. A man God sent to Delhi, gone to the hospital, giving a gospel New Testament, then ask him to read this. Yes. 17 വയസ്സുള്ള രവി സക്കറിയാസ് ഡൽഹിയിൽ രോഗിയായി ഡോക്ടർമാർക്ക് പോലും എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ കാനഡയിലുള്ള ആൽബർട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് അയച്ചു. അദ്ദേഹം രവി സക്കറിയാസിനെ അടുത്ത് ചെന്ന് ഒരു സുവിശേഷ പ്രതി കൈമാറുവാനിടയായി. He was asked to read Gospel of John chapter 14. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം വായിക്കുവാനാണ് അവിടെ രവി സക്കറിയാസിനോട് ആവശ്യപ്പെട്ടത്. The servant of God was touched with one word, and especially he focused one word. He trusted that word and said, focus on 14:19. 14 അധ്യായത്തിലെ 19 വാക്യം വളരെയധികം തന്നെ തൊട്ട് സ്പർശിക്കുവാനിടയായി തീർന്നു. 19 വാക്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. Because I live, you also will live. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. May I tell you this morning, the Lord lives. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. The God who has healed Ravi Shakaria is our God. രവി സക്കറിയാസിനെ സൗഖ്യമാക്കിയ ദൈവം നമ്മുടെ ദൈവമാണ്. The Lord who has been healing my brother Benjamin Thomas, he is our God. ബെഞ്ചമിൻ തോമസ് പാസ്റ്ററെ സൗഖ്യമാക്കിയ ദൈവം നമ്മുടെ ദൈവമാണ്. How many believe it? എത്ര പേരത് വിശ്വസിക്കുന്നു? Say, Lord, you are still living. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. You are still healing. നമ്മുടെ കർത്താവ് ഇന്നും You സൗഖ്യമാക്കുന്നു. can do miracle today. ഇന്നും നമ്മുടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ Can you കഴിയും. believe it? എത്ര പേർക്ക് വിശ്വസിക്കാൻ Can you കഴിയും? join with me and say that you can still do? നിങ്ങൾക്ക് ഇന്നും എന്നോട് കൂടെ ചേർന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുമോ? നമ്മുടെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. Jesus never said anyone no. കർത്താവ് ആരോടും പറഞ്ഞില്ല എനിക്ക് സാധ്യമല്ലെന്ന്. Jesus never said impossible. ദൈവം ഒരിക്കലും പറഞ്ഞില്ല എനിക്ക് അസാധ്യമായ കാര്യമുണ്ടെന്ന്. In front of him there is no lockdown, no shutdown. നമ്മുടെ കർത്താവിന് മുമ്പിൽ സ്തംഭിച്ചിരിക്കുന്ന ഒന്നുമില്ല, ഒന്നിനെയും അടച്ചു നിർത്തുവാൻ കഴിയില്ല. There is no social distancing, no mask for in front of him. നമ്മുടെ കർത്താവിന് മുമ്പിൽ സാമൂഹ്യ അകലമില്ല, മുഖാവരണമില്ല. He has done everything perfectly well.
അവൻ വളരെ ഭംഗിയായി എല്ലാം ചെയ്യുന്ന ദൈവമാണ്. Can you join with me? എന്നോട് ഒരുമിച്ച് നിങ്ങൾക്ക് Can you join with me? എന്നോട് ഒരുമിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ Shall we കഴിയുമോ? pray this morning? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. As the servant of God has given me the time that is now over, so I'm going to close it, but I want you to join with me in prayer. പ്രാർത്ഥനയിൽ ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാനായി പോവുകയാണ്. Oh yes, the harvest is past. ആ കൊയ്ത്ത് കഴിഞ്ഞു. Yes, we have believed that the summer is ended. ഫലശേഖരവും കഴിഞ്ഞു. For the brokenness of the daughter of my people, I am broken. എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. I mourn and dismay has taken hold of me. ഞാൻ മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. Oh, the question is there no balm in Gilead? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? Is there no physician there? അവിടെ വൈദ്യനില്ലയോ? Why then has not the health of the daughter of my people been restored? എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത്. As the world is crying, ഈ ലോകം കരയുമ്പോൾ I believe Jesus is living. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് ഞാൻ Lord വിശ്വസിക്കുന്നു. Jesus is living. യേശു ജീവിക്കുന്നു. He is able to heal. അവന് സൗഖ്യമാക്കുവാൻ He can കഴിയും. bring back the dead back into life. മരിച്ചവനെ ജീവനിലേക്ക് മടക്കി വരുത്താൻ The one കഴിയും. who is able to say to Lazarus, come out. ലാസറിനോട് പുറത്തു വരിക എന്ന് പറഞ്ഞ അതേ കർത്താവ് He is my God. അവൻ ഇന്നും നമുക്ക് വേണ്ടി നിൽക്കുന്നു. He is still living. അവൻ ഇന്നും Can ജീവിക്കുന്നു. you praise God? ദൈവത്തെ Can you സ്തുതിക്കാമോ? praise God? ദൈവത്തെ Shall you സ്തുതി- all lift your hands and praise God? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Shall you join in prayer? പ്രാർത്ഥനയിൽ എന്നോട് കൂടെ നിങ്ങൾ ചേർന്നാട്ടെ. My God, we come to you ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. this day of worship. ഈ ആരാധന ദിവസം As world is worshiping, ലോകം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന we ദിവസം believe we have a doctor. കർത്താവേ, നീ വൈദ്യനാണ് ഞങ്ങൾ വിശ്വസിക്കും. We have medicine. നിന്റെ കയ്യിൽ മെഡിസിൻ ഉണ്ട് ഞങ്ങൾ വിശ്വസിക്കും. Oh yes, the blood of the lamb is our medicine. യേശുവിന്റെ രക്തം ഞങ്ങളുടെ മരുന്നാണ്. Yes, you are our doctor. കർത്താവേ, നീയാണ് ഞങ്ങളുടെ വൈദ്യൻ. Your hand is still active. കർത്താവേ, നിന്റെ കരം ഇന്നും You ചലിക്കുന്നു. are able to put bandage on our wounds. ഞങ്ങളുടെ മുറിവുകൾക്ക് ശമനം വരുത്തുവാൻ You are കെട്ടുകൊണ്ട് able to heal. നിനക്ക് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ We കഴിയും. believe the power of Christ. കർത്താവേ, നിന്റെ ശക്തി ഞങ്ങൾ That വിശ്വസിക്കുന്നു. the power of Christ may come to the church today. കർത്താവേ, നിന്റെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവശക്തി Our ഇറങ്ങട്ടെ. God is a God of hallelujah, miracle. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. Let the name of Christ be glorified. കർത്താവിന്റെ നാമം May the മഹത്വപ്പെടുക്കട്ടെ. Lord bless today. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. I thank you, Lord. കർത്താവിനെ I thank you, Lord. ഞങ്ങളെ സ്തുതിക്കുന്നു. Praising you. In കർത്താവിനെ Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Pastor, I thank you. ആമേൻ. I thank you, church and the saints. Thank you for the opportunity giving to me. I was weak. I was asking my wife and children, I know, I am still weak, I need strength. But when I came here, God strengthened me. Thank you. God bless you. ശരീരത്തിൽ